2024-25 വർഷത്തെ ആനിക്കാംപോയിൽ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ 25 സംഘങ്ങളോടുകൂടി തുടങ്ങിയ യൂണിറ്റ് ഇന്ന് 45 സംഘങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട യൂണിറ്റ് ഡയറക്ടർ സിജോ അച്ഛന്റെയും നമ്മളുടെ മേഖലാ കോർഡിനേറ്റർ ലിസി റെഡ്ജിയുടെയും നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ച് നല്ല ഒരു യൂണിറ്റാക്കി മാറ്റുന്നതിന് ആനിക്കാംപോയിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാവിധ നന്മകളും അനുഭവിച്ച് നന്മയോടൊപ്പം പ്രവർത്തിക്കുന്ന നമ്മളുടെ UDO ബീന ജോസ് സംഘത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ്. സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ വർഷത്തെ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. ബത്തേരി രൂപതയുടെ സാമൂഹികക്ഷേമ വിഭാഗമായ ശ്രേയസ് കോഴിക്കോട് മേഖലയിൽ 4.5 പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ആനിക്കാമ്പൽ പ്രദേശത്ത് 2024 മെയ് 11 ആനിക്കാമ്പൽ യൂണിറ്റിന് രൂപം നൽകി. അനുഗ്രഹപൂർണമായ ആ ധന്യ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലുങ്കൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ വാർഷിക ഡിജിറ്റൽ റിപ്പോർട്ട് പ്രസന്റേഷൻ ശ്രേയസ് കുടുംബാംഗങ്ങൾക്ക് ഉണർവും ഉന്മേഷവും നൽകുന്നതായിരുന്നു. വാർഷിക പൊതുയോഗം തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളിയിൽ അധ്യക്ഷം വഹിച്ച മീറ്റിംഗിൽ രൂപത ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലുങ്കൽ മുഖ്യ സന്ദേശം നൽകി. മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം അനുഗ്രഹ പ്രഭാഷണവും സെന്റ് മേരീസ് ചർച്ച് ആനിക്കാംപോയിൽ വികാരി അഗസ്റ്റിൻ പാറ്റാനിൽ ശ്രേയസ് ആനിക്കാംപോയിൽ നിവാസികൾക്ക് ഒരു ദീപശിഖയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭവന നിർമ്മാണ ഫണ്ട് വിതരണവും നടത്തി. മേഖലാ പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ലിസി റെജി, UDO ശ്രീമതി ഗ്രേസിക്കുട്ടി വർഗീസ്, യൂണിറ്റ് പ്രസിഡന്റ് VM മാത്യു, വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജോൺസൺ വയലിൽ, UDO ബീന ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സംഘരൂപീകരണത്തിലൂടെ പുതുതലമുറയുടെ സുസ്ഥിരമായ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി കൈവരിക്കുന്നതിനും അശരണരും അനാഥരുമായവരെ ചേർത്ത് പിടിക്കുന്നതിനുമായി 25 വർഷങ്ങൾക്ക് മുൻപ് ശ്രീമതി ഗ്രേസിക്കുട്ടി വർഗീസിന്റെയും യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് സംഘങ്ങൾക്ക് രൂപം നൽകി. വികേന്ദ്രികമായ സമയത്ത് 25 സംഘങ്ങൾ ആയിരുന്നെങ്കിലും UDO ബീന ജോസിന്റെയും കമ്മിറ്റിക്കാരുടെയും തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി 20 സംഘങ്ങൾ പുതുതായി രൂപീകരിക്കുവാൻ സാധിച്ചു. ഇപ്പോൾ ആകെ 45 സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. മാതൃസംഘടനയായ നാരങ്ങാത്തോട് യൂണിറ്റിനെ നന്ദിയോടെ ഓർക്കുന്നു. 11 പുരുഷ സംഘങ്ങൾ, 30 സ്ത്രീ സംഘങ്ങൾ, 3 ബാലജ്യോതി, 1 സീനിയർ സിറ്റിസൺ എന്നിങ്ങനെ 45 സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ഈ വർഷത്തിൽ പുതുതായി രൂപീകരിച്ച സംഘങ്ങൾ അനുഗ്രഹ, ഭാവന, നക്ഷത്ര, ചൈതന്യ, ഐശ്വര്യ, സ്വാന്തനം, പ്രതീക്ഷ, ആശ്രയ, സ്വപ്ന, സ്നേഹ, മഹിമ, കരുണ, നന്മ, പുലരി, സൗഹൃദയ, നവജ്യോതി, സൗഹൃദം, തണൽ എന്നീ സംഘങ്ങൾ. ശ്രേയസ് കോഴിക്കോട് മേഖല ഇങ്ങാപ്പുഴ യൂണിറ്റിൽ വെച്ച് നടത്തിയ SSLC +2 അവാർഡ് ദാന ചടങ്ങിൽ ആനിക്കാംപോയിൽ യൂണിറ്റിൽ നിന്നും 3 കുട്ടികൾ പങ്കെടുത്തു. മലങ്കര സഭയുടെ തലവനും പിതാവുമായ മോർ ആൻഡ് മോർ ബസീലിയോസ് ക്രീമിയസ് കാതോലിക്ക ബാവയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. അന്നേ ദിവസം പ്രശസ്തനായ മോട്ടിവേറ്റർ ശ്രീ ആന്റണി ജോയ് കൗമാരപ്രായത്തിന്റെ ചാബല്യത്തെക്കുറിച്ചും കരിയർ ഗൈഡൻസിനെ കുറിച്ചും ക്ലാസ് എടുത്തു. ബത്തേരി രൂപതയുടെ സോഷ്യൽ സർവീസ് സംഘടനയായ ശ്രേയസ് ആനക്കാംപോയിൽ ഒരു യൂണിറ്റ് സ്ഥാപിച്ചിട്ടുന്ന 1 വർഷം തികയുകയാണ്. ആനക്കാംപോയിൽ ഈ യൂണിറ്റ് വന്നതിന് ശേഷം നിരവധിയായ എണ്ണിയാൽ പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ യൂണിറ്റിലൂടെ, ഈ യൂണിറ്റിന്റെ മൈക്രോ ഫിനാൻസിംഗ് സിസ്റ്റത്തിലൂടെ നിരവധിയായ ആളുകൾക്ക് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാക്കുവാനും അവരെ സാമ്പത്തികമായ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞിട്ടുള്ളതാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കുന്ന ഐക്യവും സമാധാനവും സന്തോഷവുമാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് ബാഹ്യശക്തികളൊക്കെ ജനങ്ങളെ ജാതീയമായിട്ടും
മതപരമായും വർണ്ണ വിവേചനത്തിലൂടെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വലിയൊരു കൂട്ടായ്മയിലൂടെ നാനാജാതി മതസ്ഥർക്കും ഒന്നിച്ചു നിൽക്കുവാനും ഒരേ വേദിയിൽ പങ്കിടുവാനും തോളോട് തോൾ ചേർന്ന് നിൽക്കുവാനുമുള്ള ഒരു വലിയ വേദിയാണ് ശ്രേയസ് ആനക്കാമ്പൊയിൽ യൂണിറ്റും അതുപോലെ തന്നെ ശ്രേയസിന്റെ മറ്റെല്ലാ മേഖലകളിലും പ്രവർത്തനവും കാഴ്ചവെക്കുന്നത്. വരും തലമുറയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളെ ശ്രേയസിന്റെ ദർശനങ്ങളിലൂടെ 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ചേർത്ത് ബാലജ്യോതി ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചു വരുന്നു. ഈ വർഷം 3 ബാലജ്യോതി ഗ്രൂപ്പുകളാണ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്നത്. ലഘുസമ്പാദ്യം, പഠനയാത്രകൾ, ദിനാഘോഷങ്ങൾ, കലാകായിക മത്സരങ്ങൾ, അവധിക്കാല ക്യാമ്പുകൾ, നേതൃത്വ പരിശീലനം, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയെല്ലാം ബാലജ്യോതി ഗ്രൂപ്പുകളെ കർമ്മനിരതമാക്കുന്നു. ശ്രേയസ് വിദ്യാഭ്യാസ സഹായ പദ്ധതിയിൽ നിന്നും 5 കുട്ടികൾക്കായി 1,10,000 രൂപ ഈ വർഷം ലഭിച്ചു. വിദ്യാഭ്യാസ സഹായം ലഭിച്ച കുട്ടികൾ ഇന്ന് വിദേശത്ത് ജോലി ചെയ്തു വരുന്നു. ഗ്രാമീണതയുടെ തനിമയും പ്രാചീന കാലത്തിന്റെ ഓർമ്മയും അനുസ്മരിപ്പിക്കുന്ന എല്ലാ ദിനങ്ങളും ശ്രേയസ് ആഘോഷിച്ചു വരുന്നു. സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമായ ക്രിസ്മസ് ദിനത്തിൽ ശ്രേയസ് കോഴിക്കോട് മേഖല നാരങ്ങാത്തോട് യൂണിറ്റിൽ സംഘടിപ്പിച്ച കരോൾ ഗാനം മത്സരത്തിൽ പങ്കെടുക്കുകയും ആനക്കാമ്പൊയിൽ യൂണിറ്റ് 2ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. തുടർന്ന് നേതൃത്വ പരിശീലനത്തിൽ കമ്മിറ്റിക്കാർ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. പുലുക്കൈ യൂണിറ്റിൽ മേഖല സംഘടിപ്പിച്ച ക്യാൻസർ ദിനത്തിൽ യൂണിറ്റിൽ നിന്നും 5 അംഗങ്ങൾ പങ്കെടുക്കുകയും ക്യാൻസർ ഫണ്ട് സ്വീകരിക്കുകയും ചെയ്തു. വനദിനത്തിൽ കക്കാട് വനപർവ്വം സന്ദർശിച്ച് വനത്തെ അറിയാൻ വനത്തിലൂടൊരു യാത്രയിൽ മേഖലയോടൊപ്പം യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ശ്രേയസ് ആനക്കാമ്പൊയിൽ യൂണിറ്റ് വനിതാ സംഗമം നടത്തി. യൂണിറ്റ് ഡയറക്ടർ അധ്യക്ഷനായ പരിപാടി തിരുവാമ്പാടി സ്കൂൾ റിട്ടയർഡ് അധ്യാപിക മില്ലി മോഹൻ ഉദ്ഘാടനം ചെയ്തു. നാരങ്ങാത്തോട് സിഒ ഗ്രേസിക്കുട്ടി, കോർഡിനേറ്റർ ലിസി റെജി എന്നിവർ പങ്കെടുത്തു. ഏറ്റവും പ്രായം കൂടിയ വനിതയെ ആദരിക്കുകയും ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആനക്കാമ്പൊയിൽ അങ്ങാടിയിൽ വൃക്ഷത്തൈ നടുകയും വേസ്റ്റ് ബിൻ സ്ഥാപിക്കുകയും ചെയ്തു. ഈ പരിപാടി മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ഇടിയത്ത് ഉദ്ഘാടനം ചെയ്യുകയും മേഖല ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തുകയും യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുകയും ചെയ്തു. ആനക്കാമ്പൊയിൽ പള്ളി വികാരി ഫാദർ അഗസ്റ്റിൻ പാറ്റാനി വൃക്ഷത്തൈ നടൽ കർമ്മം നിർവഹിച്ചു. മേഖലാ കോർഡിനേറ്റർ ലിസി റെജി, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇതേ ദിവസം ബാലജ്യോതി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ആനക്കാമ്പൊയിൽ വ്യാപാര സ്ഥാപനങ്ങളും ശ്രേയസും ചേർന്ന് അങ്ങാടി ശുചീകരണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷനായ യോഗത്തിൽ മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ച് തിരുവാമ്പാടി പഞ്ചായത്തിലെ ഏറ്റവും നല്ല കർഷകനായ ബിജു അരിപ്പാറയെ യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഒക്ടോബർ 1 വയോജന ദിനത്തോടനുബന്ധിച്ച് കക്കാട്ടുപാറ സംഘാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരു വയോജന ഗ്രൂപ്പ് രൂപീകരിച്ചു. സംഘം പ്രസിഡന്റ് അധ്യക്ഷനായ പരിപാടി യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളി ഗ്രൂപ്പ് ഉദ്ഘാടനം ചെയ്യുകയും അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു. കുടുംബത്തിന്റെ വരുമാനമാർഗം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സംഘാംഗങ്ങൾ ചെറുകിട സംരംഭങ്ങൾ ചെയ്തു വരുന്നു. ടൈലറിംഗ് ഷോപ്പ്, സ്റ്റുഡിയോ, ജനസേവാ കേന്ദ്രം, കോഴി ഫാം, സ്റ്റേഷനറി, ടെക്സ്റ്റൈൽസ് എന്നിവ നടത്തി വരുന്നു. സംഘാംഗങ്ങൾ അവർക്കാവശ്യമായ പച്ചക്കറികൾ ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്തു വരുന്നു. സ്റ്റാഫ് ട്രെയിനിംഗ്. കരുത്തും വിവേകവുമുള്ള സ്റ്റാഫിനെ വാർത്തെടുക്കുവാൻ പരിശീലനങ്ങൾ അനിവാര്യമാണ്. ശ്രേയസ് ബത്തേരി സംഘടിപ്പിച്ച 2K25 സ്റ്റാഫ് സംഗമത്തിൽ യുഡിഒ ബീന ജോസ് പങ്കെടുക്കുകയും യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. യൂണിറ്റ് വിലയിരുത്തൽ. യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി നൽകുന്നത് സംഘാംഗങ്ങളുടെ പ്രവർത്തന ബലമാണ്. ഓരോ സംഘത്തിന്റെയും പ്രവർത്തനങ്ങൾ യൂണിറ്റ് വിലയിരുത്തലിൽ അവതരിപ്പിക്കുകയും യൂണിറ്റ് ചലനാത്മകമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ വർഷം 12 വിലയിരുത്തൽ മീറ്റിംഗുകൾ നടത്തി. മേഖലാ വിലയിരുത്തൽ. ശ്രേയസിന്റെ പ്രവർത്തനം ശക്തമാക്കുന്നത് 4 ടയർ സിസ്റ്റമാണ്. വ്യത്യസ്തമാർന്നതും പുതുമയാർന്നതുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് യൂണിറ്റുകളെ പഠനവിധേയമാക്കുവാൻ സഹായകമാകുന്നു. യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുന്നതിനും ശാശ്വതമായ മാർഗത്തിലൂടെ നയിക്കുന്നതിനും സമയാസമയങ്ങളിൽ വേണ്ടത്ര മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് യൂണിറ്റിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കമ്മിറ്റി അംഗങ്ങൾ. പ്രസിഡന്റ് VM മാത്യു, വൈസ് പ്രസിഡന്റ് ജോസ് റാപ്പുഴ, സെക്രട്ടറി ബസി രാജു, ജോയിന്റ് സെക്രട്ടറി മെറീന സാബു, ഗജാഞ്ചി അന്നമ്മ ജോസഫ്. കമ്മിറ്റി അംഗങ്ങൾ ജോൺസൺ വയലിൽ, സണ്ണി നരുക്കുഴി, മഞ്ജുഷ ശ്രീജിത്ത്, സൗമ്യ സന്തോഷ്. ഉപസംഹാരം. യൂണിറ്റിന്റെ ഉയർച്ചയിലും താഴ്ചയിലും നമ്മോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്
ശ്രേയസ് കുടുംബാംഗങ്ങൾക്ക് കരുത്തേകിയ ബഹുമാനപ്പെട്ട യൂണിറ്റ് ഡയറക്ടർ സിജോ അച്ഛനെയും ബഹുമാനപ്പെട്ട മേഖലാ ഡയറക്ടർ തോമസ് അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന കോർഡിനേറ്റർ ലിസി റെജിയെ നന്ദിയോടെ ഓർക്കുന്നു. നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന യൂണിറ്റ് പ്രസിഡന്റ് VM മാത്യു, കമ്മിറ്റി അംഗങ്ങൾ, സംഘാംഗങ്ങൾ എന്നിവർക്ക് നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ഈ അവസരത്തിൽ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ സംഘാംഗങ്ങളെ സ്മരിച്ചുകൊണ്ട് സർവോപരി ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.